അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം സൂറത്ത് മറിയം, അതിലെ അർത്ഥവും ആശയവും തന്നെയാണ്. അതിൻ്റെ ഏതാണ്ട് 50ഓളം ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കേട്ടതാണ്. ഇനി നേരെ ബാക്കിയുള്ള ഭാഗത്തേക്ക് തന്നെ പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബി മൂസ, ഈ ഗ്രന്ഥത്തിൽ മൂസാ നബിയെയും താങ്കൾ സ്മരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടി വിശദീകരിക്കുക. ഇന്നഹു കാന മുഖ്ലസൻ, നിശ്ചയം അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനും, വകാന റസൂലൻ നബിയ്യ, അദ്ദേഹം നബിയും റസൂലുമായിരുന്നു. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസാ വകാന റസൂലൻ നബിയ്യ. ഈ ഗ്രന്ഥത്തിൽ മൂസാ നബിയെയും താങ്കൾ വിശദീകരിച്ചു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനും അള്ളാഹുവിൻ്റെ റസൂലും നബിയുമായിരുന്നു. വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ വഖറബ്നാഹു നജിയ്യാ. വനാദൈനാഹു മിൻ ജാനിബി തൂർ, അദ്ദേഹത്തെ നാം സീനാ പർവ്വതത്തിൻ്റെ വലതുവശത്ത് നിന്ന് അദ്ദേഹത്തെ വിളിക്കുകയും, ജാനിബി തൂരിൽ ഐമനി എന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ പർവ്വതത്തിൻ്റെ വലതു ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ നാം വിളിച്ചു. കറബിനാഹു നജിയ, ഒരു സംഭാഷകൻ എന്ന നിലയ്ക്ക് നാം അദ്ദേഹത്തിന് സാമീപ്യം നൽകുകയും ചെയ്തു. വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ ഐമൻ വഖറബ്നാഹു നജിയ്യാ. സീനാ പർവ്വതത്തിൻ്റെ വലതുവശത്ത് നിന്ന് നാം നബിയെ വിളിക്കുകയും ഒരു സംഭാഷകൻ എന്ന നിലയ്ക്ക് നാം അദ്ദേഹത്തിന് സാമീപ്യം നൽകുകയും ചെയ്തു. വവഹബ്നാ ലഹു മിൻ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യാ. വവഹബ്നാ ലഹു മിൻ റഹ്മതിനാ, നമ്മുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് നാം ദാനം ചെയ്തു. അഖാഹു ഹാറൂന, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെ നബിയായിട്ട്. വവഹബ്നാ ലഹു മിൻ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യാ, നമ്മുടെ അനുഗ്രഹം കൊണ്ട് തൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ഒരു നബിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് നാം ദാനം ചെയ്യുകയുണ്ടായി. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സ്വാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, ഈ ഗ്രന്ഥത്തിൽ നീ ഇസ്മായിലിനെ കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്ന ആളായിരുന്നു. വകാന റസൂലൻ നബിയ്യാ, അദ്ദേഹം നബിയും റസൂലുമായിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ഇസ്മായിൽ നബിയെയും താങ്കൾ ഓർക്കണം. തീർച്ചയായും ഇസ്മായിൽ നബി വാഗ്ദാനം പാലിക്കുന്ന ആളായിരുന്നു, റസൂലായ നബിയുമായിരുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാ
ഫകാന ഇൻദ റബ്ബിഹി മർദിയാ. ഫകാന യഅ്മുറു അഹ്ലഹു. ആ ഇസ്മായിൽ അലൈഹിസ്സലാം തൻ്റെ കുടുംബത്തോട് കൽപ്പിക്കുമായിരുന്നു, ബിസ്വലാത്തി വസ്സക്കാ, നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. അക്കാന അദ്ദേഹമായിരുന്നു ഇന്ദ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ മർദിയ, പ്രിയങ്കരനായിരുന്നു, തൃപ്തിപ്പെട്ടവനായിരുന്നു. അക്കാന യഅ്മുറു അഹ്ലഹു ബിസ്വലാത്തി വസ്സക്കാത്തി അക്കാന ഇന്ദ റബ്ബിഹി മർദിയ. സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും നബി കൽപ്പിച്ചിരുന്നു. ഇസ്മായിൽ നബി തൻ്റെ നാഥൻ്റെ വക്കൽ പ്രിയങ്കരനുമായിരുന്നു. അദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. അദ്കുർ ഫിൽ കിതാബി ഇദ്രീസ്, ഈ ഗ്രന്ഥത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, നിശ്ചയം അദ്ദേഹം സത്യസന്ധനും അല്ലെങ്കിൽ സത്യസന്ധനായ പ്രവാചകനായിരുന്നു. അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമായിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ താങ്കൾ ഓർക്കണം. തീർച്ചയായും നബി വളരെ സത്യസന്ധനായ പ്രവാചകനായിരുന്നു. വറഫഅനാഹു മകാനൻ അലിയ, ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നാം ഉയർത്തിയിരിക്കുന്നു. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യത്തി ഇബ്രാഹീം വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുസ്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജദൻ വബുകിയാ. ഉലൈക അല്ലദീന, അക്കൂട്ടരാണ്, അന്നമല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, മിനൻ നബിയ്യീന, പ്രവാചകന്മാരിൽ വെച്ച്, മിൻ ദുർരിയ്യത്തി ആദം, ആദമിൻ്റെ സന്തതികളിൽ നിന്ന്, വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ, നൂഹിനോടൊപ്പം കപ്പലിൽ കയറിയവരിൽപ്പെട്ട, വമിൻ ദുർരിയ്യത്തി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ സന്തതികളിൽപ്പെട്ടവരും, വ ഇസ്രായീല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങളിൽപ്പെട്ടവരും, വമിമ്മൻ ഹദൈന, അവരിൽ നാം സന്മാർഗത്തിൽ നയിച്ചവർ, വജ്തബൈന, നാം തെരഞ്ഞെടുത്തവർ, ഇദാ തുസ്ല അലൈഹിം ആയാത്തു റഹ്മാനി, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ വചനം അവരുടെ മേൽ ഓതപ്പെട്ടാൽ, ഖറൂ സുജ്ജദൻ, അവർ സുജൂദ് ചെയ്തുകൊണ്ട് താഴെ വീഴും, ബുക്കിയ, കരഞ്ഞുകൊണ്ടും. ഇവരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാർ. ആദമിൻ്റെ സന്തതികളിലും നൂഹ് നബിയോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിലും പെട്ടവർ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്രായേൽ അലൈഹി ഇസ്ലാമിൻ്റെയും സന്താനങ്ങളിലും നാം സന്മാർഗത്തിൽ നയിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവരിലും പെട്ടവരും, കരുണാനിധിയായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സുജൂദ് ചെയ്യുന്നവരും കരയുന്നവരായിക്കൊണ്ട് അവർ വീഴുന്നതുമാണ്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات وسوف يلقون غيا. فخلف من بعدهم خلف, എന്നാൽ അവരുടെ ശേഷം പിൻഗാമികളായി ഒരു പിൻതലമുറ വന്നു. അളാഉ സ്വലാത്ത്, അവർ നിസ്കാരം പാഴാക്കിക്കളഞ്ഞു. വത്തബഉ ശഹവാത്തി, അവരുടെ വികാരങ്ങളെ പിന്തുടർന്നു. വസൗഫ യൽകൗന ഗയ്യ, അതുകൊണ്ട് അവർ പിന്നീട് വമ്പിച്ച നഷ്ടം കണ്ടെത്തുക തന്നെ ചെയ്യുന്നതാണ്. فخلف من بعدهم خلف أضاعوا الصلاة
ഫത്തബഉ ശഹവാത് ഫസൗഫ യൽകൗന ഗയ്യാ. എന്നാൽ അവരുടെ ശേഷം ഒരു പിന്തലമുറ വന്നു. അവർ നിസ്കാരം പാഴാക്കി കളയുകയും ശരീരത്തിൻ്റെ ഇച്ഛകളെ പിന്തുടരുകയും ചെയ്തു. അതുകൊണ്ട് അവർ പിന്നീട് വമ്പിച്ച നഷ്ടം കണ്ടെത്തുന്നതാണ്. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹ ഫൗലായിക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈആ. ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവരൊഴികെ, വ ആമന വ അമില സ്വാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ, ഫഉലായിക യദ്ഖുലൂനൽ ജന്ന, അപ്പം അവർ സ്വർഗത്തിലേക്ക് പോകും. വലാ യുദ്ലമൂന ശൈആ, അവർ തീരെ ആക്രമിക്കപ്പെടുകയില്ല. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹ ഫൗലായിക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന ശൈആ. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ, എന്നാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവർ തീരെ ആക്രമിക്കപ്പെടുകയില്ല. ജന്നാത്തി അദ്നില്ലത്തി വഅദർ റഹ്മാനു ഇബാദഹു ബിൽ ഗൈബ് ഇന്നഹു കാന വഅദുഹു മഅ്തിയാ. അതായത് ജന്നാത്തി അദ്നില്ലത്തി വഅദർ റഹ്മാൻ, കരുണാനിധിയായ അള്ളാഹു തൻ്റെ അടിമകളോട് വാഗ്ദാനം ചെയ്ത ശാശ്വത താമസത്തിനുള്ള സ്വർഗങ്ങളിൽ, ബിൽ വൈബി, അദൃശ്യമായി അള്ളാഹു നിലയിൽ അള്ളാഹു വാഗ്ദാനം, കാരുണ്യവാനായ അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം. ഇന്നഹു, നിശ്ചയമായ കാര്യം, കാന വഅദുഹു, അവൻ്റെ വാഗ്ദാനം, ആരുടെ വാഗ്ദാനം? അള്ളാഹുവിൻ്റെ വാഗ്ദാനം, മഅ്തിയായി നിറവേറ്റപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അതായത് കരുണാനിധിയായ അള്ളാഹു തൻ്റെ അടിമകളോട് അദൃശ്യ നിലയിൽ വാഗ്ദാനം ചെയ്ത ശാശ്വത താമസത്തിനുള്ള സ്വർഗങ്ങളിൽ അവർ പ്രവേശിക്കും. തീർച്ചയായും അവൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതാകുന്നു. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഇല്ലാ സലാമ വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയ്യാ. ലാ യസ്മഊന ഫീഹാ ലഗ്വ, അവിടെ നിരർത്ഥകമായ യാതൊന്നും, ലഗ്വ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത നിരർത്ഥകമായ ഒന്നും തന്നെ അവിടെ അവർ കേൾക്കുകയില്ല. ഇല്ലാ സലാമ, സലാമല്ലാതെ. വലഹും റിസ്ഖുഹും, അവർക്ക് ഭക്ഷണമുണ്ട് അവിടെ. വലഹും റിസ്ഖുഹും ഫീഹാ, അവർക്ക് അവിടെ ഭക്ഷണം ലഭിക്കുന്നതാണ്. ബുക്റതൻ വഅശിയ്യാ, പ്രഭാതത്തിലും സായാഹ്നത്തിലും. അവിടെ അവർ സലാമല്ലാതെ നിരർത്ഥകമായ യാതൊന്നും കേൾക്കുകയില്ല. പ്രഭാതത്തിലും സായാഹ്നത്തിലും തങ്ങളുടെ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നതാണ്. തിൽക്കൽ ജന്നത്തുല്ലത്തി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ. തിൽക്കൽ ജന്നത്തുല്ലത്തി, ആ സ്വർഗം, നൂരിസു മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് അനന്തരാവകാശമായി കിട്ടുന്നതാണ്. മൻ കാന തഖിയ്യ, സൂക്ഷിച്ച് ജീവിച്ചവർക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്ക്. നമ്മുടെ അടിമകളിൽ നിന്ന് ഭക്തന്മാർക്ക് അനന്തരാവകാശമായി നൽകുന്ന സ്വർഗമാണത്. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. وما نتنزل إلا بأمر ربك, നിങ്ങളുടെ
റബ്ബിൻ്റെ കൽപ്പനയില്ലാതെ മലക്കുകളായ ഞങ്ങൾ ഇറങ്ങുകയില്ല. ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ, നമ്മളെ മുന്നിലുള്ളതും പുറകിലുള്ളതും വമാ ബൈന ദാലിക, അതിൻ്റെ ഇടയിലുള്ളതും അവനുള്ളതാണ്. വമാ കാന റബ്ബുക നസിയ്യാ, നിങ്ങളുടെ റബ്ബ് വിസ്മരിക്കുന്നവനായിട്ടില്ല, മറന്നു പോകുന്നവനായിട്ടില്ല. അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം വരുന്നത് ഇങ്ങനെയാണ്: താങ്കളുടെ നാഥൻ്റെ കൽപ്പനയനുസരിച്ചല്ലാതെ മലക്കുകൾ ഇറങ്ങുകയില്ല. നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവയ്ക്കിടയിലുള്ളതും അവനുള്ളത് തന്നെയാണ്. താങ്കളുടെ നാഥൻ താങ്കളെ വിസ്മരിക്കുന്നവനായിട്ടില്ല. റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയാ. റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും റബ്ബ് രക്ഷിതാവ്. ഫഅ്ബുദ്ഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം. വസ്തബിർ ലിഇബാദതിഹി, അവൻ്റെ ആരാധനയിലെ ഇബാദത്തിൽ പിടിച്ചു നിൽക്കുകയും വേണം. ഹൽ തഅലമു ലഹു സമീയ, അവന് തുല്യനായ ഏതെങ്കിലും പേരുകാരെ നിനക്കറിയാമോ? റബ്ബുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും നാഥനാണവൻ. അതുകൊണ്ട് അവൻ ഇബാദത്ത് ചെയ്യുകയും അവൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവന് ചെയ്യുക. അവന് തുല്യരായ ആരെയെങ്കിലും നിങ്ങൾ അറിയുമോ? ഈ 65-ാമത്തെ ആയത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കൽ ഏറ്റവും അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.